റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരത്ത് CPM-ൽ 2 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ഉണ്ടാവില്ല. OS അംബികയെയും കടകംപള്ളി സുരേന്ദ്രനെയും ഒഴിവാക്കാനാണ് ധാരണ. ആറ്റിങ്ങലിൽ അംബികയ്ക്ക് പകരം മുൻ MP PK ബിജുവിനെയാണ് പരിഗണിക്കുന്നത്. 8 സിറ്റിംഗ് MLA-മാർ മത്സരരംഗത്തുണ്ടാകും. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ 2 പേരുകൾ മാത്രം ഒഴിവാക്കുന്നു എന്നതാണോ നമുക്ക് അറിയാനാകുന്നത്? ഒന്ന് അംബിക, രണ്ടാമത്തത് കടകംപള്ളിയാണ്. കടകംപള്ളി ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയല്ലേ അദ്ദേഹത്തിനെ ഒഴിവാക്കുന്നത്? സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് കഴക്കൂട്ടം MLA ആയ മുൻ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം പോകുന്നത്. ഒപ്പം ആറ്റിങ്ങൽ MLA ഒരു തവണ മാത്രമാണ് OS അംബിക ആറ്റിങ്ങലിൽ MLA ആയിട്ടുള്ളത്. അവരെ കൂടി ചില പാർട്ടിപരമായ കാരണങ്ങളാൽ മാറ്റാനുള്ള ആലോചനകളാണ് നേതൃത്വത്തിൽ നടത്തുന്നത്. മറ്റ് സിറ്റിംഗ് MLA-മാർ CPIM-ന്റെ എല്ലാവരും തന്നെ മത്സരിക്കും. നേമത്ത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെയായിരിക്കും മത്സരരംഗത്തേക്ക് ഇറങ്ങുക. വർക്കലയിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി V ജോയ് തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങും. വാമനപുരത്ത് DK മുരളി, അരുവിക്കരയിൽ G സ്റ്റീഫൻ, വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ കഴക്കൂട്ടത്ത് VK പ്രശാന്ത് എന്ന തരത്തിലാണ് ആലോചനകൾ. പാറശാലയിൽ CK ഹരീന്ദ്രൻ, നെയ്യാറ്റിങ്കരയിൽ K ആൻസലൻ, ഒപ്പം കാട്ടാക്കടയിൽ IB സതീഷ് എന്ന തരത്തിൽ തന്നെയാണ് പാർട്ടിയിൽ ആലോചനകളുള്ളത്. നേമത്ത് V ശിവൻകുട്ടി അല്ലാതെ മറ്റൊരു പേരുകളും ചർച്ചയിലില്ല എന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ഇതിൽ 2 ടേം വ്യവസ്ഥയിൽ ഏറ്റവും അധികം MLA-മാർക്ക് ഇളവ് ലഭിക്കുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഏതാണ്ട് 3-4 MLA-മാർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും 2 ടേം കഴിഞ്ഞതാണ്. പക്ഷേ വിജയ സാധ്യത ഇവരിൽ പലരെയും മാറ്റിയാൽ, ഉദാഹരണത്തിന് VK പ്രശാന്ത് നിന്നാൽ മാത്രമാണ് വട്ടിയൂർക്കാവിൽ വിജയ സാധ്യത എന്ന് പാർട്ടി കരുതുന്നു. ഒപ്പം കാട്ടാക്കടയിൽ നിന്ന് IB സതീഷ് മാറിയാൽ അവിടെ BJPക്ക് സാധ്യത കൂടുതലാണ് എന്ന വിലയിരുത്തലിന്റെ പാർട്ടിയുണ്ട്. നെയ്യാറ്റിങ്കരയിലും പാറശാലയിലും CK ഹരീന്ദ്രനും ആൻസലിനും തന്നെ മത്സരിച്ചാൽ മാത്രമാണ് വിജയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാമുദായിക സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ കഴിയൂ എന്ന നിഗമനത്തിലാണ് പാർട്ടിയുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 പേരെ ഒഴിവാക്കി. അതിൽ അംബികയ്ക്ക് പകരം മുൻ MP PK ബിജുവിന്റെ പേര് സജീവമായി പാർട്ടി ചർച്ച ചെയ്യുന്നുമുണ്ട്. റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.